ഇന്ന് നടന്ന പോരാട്ടത്തിൽ നെതർലാൻഡിൻ്റെ ഗോളടി മേളമാണ് കണ്ടത്. സ്വീഡനെ 1-5 ഗോളുകൾക്കാണ് അവർ തോൽപ്പിച്ചത്. ആദ്യ മത്സരത്തിലെ ജപ്പാനെതിരെയുള്ള സമനില ഈ മത്സരം അവരെ ഏറെ നിർണായകമാക്കിയിരുന്നു. വിജയത്തിൽ കുറഞ്ഞതൊന്നും ഡച്ച് പടക്ക് ചിന്തിക്കാനില്ലായിരുന്നു. ഈ മത്സരത്തിൽ റൊണാൾഡോ കുമാനും കൂട്ടരും സ്വീഡനെ 1-5 ഗോളിൻ്റെ വമ്പൻ മാർജിനിലാണ് പരാജയപ്പെടുത്തിയത്. മത്സരശേഷം നെതർലാൻഡ് ക്യാപ്റ്റനായ വിർജിൽ വാൻ ഡീക്ക് മത്സരത്തെക്കുറിച്ചും വേൾഡ് കപ്പിനെക്കുറിച്ചുമെല്ലാം തുറന്നു സംസാരിച്ചു. വേൾഡ് കപ്പിലെ അതിശയ പ്രകടനമാണ് ആദ്യ മത്സരത്തിൽ തന്നെ അർജന്റീന കാഴ്ചവെച്ചത്. ഇതിനെക്കുറിച്ചും അദ്ദേഹം സംസാരിച്ചു. പ്രമുഖ മാധ്യമമായ ഒലേക്ക് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം സംസാരിച്ചത്. അർജന്റീനയുടെ ആദ്യ മത്സരം എങ്ങനെയുണ്ടായിരുന്നു എന്നായിരുന്നു ചോദ്യം. ഈ വേൾഡ് കപ്പിലെ ഭൂരിഭാഗം മത്സരങ്ങളും ഞാൻ കാണുന്നുണ്ട്. ആദ്യ മത്സരത്തിൽ അർജന്റീന ഏറെ എളുപ്പമാക്കിയതുപോലെയാണ് എനിക്ക് തോന്നിയത്. അവരുടെ ആദ്യ മത്സരം എടുത്തു നോക്കുകയാണെങ്കിൽ ഇത്തവണയും അർജന്റീന വേൾഡ് കപ്പ് നിലനിർത്താൻ വലിയ സാധ്യതയുണ്ട്. അവരത് വളരെ എളുപ്പമാണെന്ന് തോന്നിപ്പിച്ചു. ഇങ്ങനെയായിരുന്നു നെതർലാൻഡ് ക്യാപ്റ്റനായ വിർജിൽ വാൻ ഡീക്കിൻ്റെ വാക്കുകൾ. ഏതായാലും വലിയ സാധ്യതയാണ് അർജന്റീന വേൾഡ് കപ്പ് നിലനിർത്താനുള്ളതെന്നും അദ്ദേഹം തുറന്നു പറഞ്ഞിട്ടുണ്ട്. അർജന്റീനയുടെ ആദ്യ മത്സരം വളരെ സിമ്പിളായാണ് അവർ കളിച്ചതെന്നും പ്രഷറൊന്നുമില്ലാതെ അർജന്റീന ആദ്യ മത്സരത്തിന് കിരീട സാധ്യതയെ ഓർമ്മിപ്പിച്ചു എന്നും വാൻ ഡീക്ക് പറയുന്നു. അതേസമയം വാൻ ഡീക്കിൻ്റെ നെതർലാൻഡിനും വലിയ സാധ്യതയാണ് ഫുട്ബോൾ ലോകം കൽപ്പിക്കപ്പെടുന്നത്. ഇത്തവണ ഫേവറേറ്റ് ലിസ്റ്റിൽ മുൻപന്തിയിലുള്ള ടീമുകളിലൊന്നാണ് നെതർലാൻഡ്. കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകളുമായി ഇനിയും കാണാം.